എല്ലാവർക്കും PC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് സീരീസിൽ ഫിസിക്സിലെ ഊർജം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ASMന്റെ എക്സാമിന് അടുത്ത് വരികയാണ്. ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത്. അപ്പോഴേക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഊർജം എന്ന ഭാഗമാണ്. കഴിഞ്ഞ ദിവസം പ്രവൃത്തി എന്ന ഭാഗത്ത് നിന്നൊരു ക്ലാസ് എടുത്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഊർജം എന്ന് പറഞ്ഞാല് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുന്നതിനുള്ള കഴിവാണ് എന്ന് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റ് ജൂള് തന്നെയാണ്. അതായത് പ്രവൃത്തിയും ഊർജവും എല്ലാം ഒരേ അളവ് തന്നെയാണ്. പ്രവൃത്തിയുടെ അളവ് തന്നെയായിരിക്കും ഊർജത്തിന്റെയും അളവ്. അപ്പൊ ഇത് രണ്ടിനും ഒരേ യൂണിറ്റ് ആണ്. അപ്പൊ പ്രവൃത്തിക്കും ഊർജത്തിന്റെയും യൂണിറ്റ് ജൂൾ ആയിരിക്കും. ഇത് ഓർത്തു വെക്കാനായിട്ട് നമ്മളൊരു കോഡ് ഇങ്ങനെ പറയും: ഊത്താപ്ര ജൂൾ. ഊത്താപ്ര ജൂൾ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഊത്താപ്ര ജൂൾ അതായത് ഊർജം, താപം, പ്രവൃത്തി, ഇവ മൂന്നിന്റെയും യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഒരു മന്ത്രം പോലെ ഇങ്ങനെ പറയാം: ഊത്താപ്ര ജൂൾ, ഊത്താപ്ര ജൂൾ. അപ്പൊ നിങ്ങൾക്കത് മറന്നുപോകില്ല. ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് ജൂൾ തന്നെയായിരിക്കും. ഇനി ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജൂൾ എന്ന് പറയണം. CGS യൂണിറ്റ് എന്ന് എടുത്തു ചോദിക്കുകയാണ് എങ്കിൽ അവിടെ നമ്മൾ എർഗിന്റെ കാര്യം പറയണം. എർഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എഗ് എന്ന് ഓർത്തു വെക്കാം. എഗ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി ഉണ്ടാവും, നല്ല ഊർജം ഉണ്ടാവും. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു കൺവേർഷൻസ്, ഈ ഒരു ഇതൊന്നും നിങ്ങൾ ഓർത്തു വെക്കണം. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ് ആണ്. ഒരു ജൂൾ 10⁻⁷ എർഗ് ആണ്. അതുപോലെ ഒരു കലോറി, അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. ഒരു വാട്ട് അവർ 3600 ജൂൾ ആണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് ഊത്താപ്ര ജൂൾ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. അതുപോലെ ഒരു ജൂൾ എന്ന് പറഞ്ഞാല് 10⁻⁷ എർഗ് ആണ്. ഒരു കലോറി 4.2 ജൂൾ. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളുമാണ്. ഇനി ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. നമുക്കറിയാം, യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ഊർജമുള്ളവരായിരിക്കും അല്ലെ? യങ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ഊർജമുള്ളവരായിരിക്കും. അപ്പോൾ ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ്. യങ് ആയിരിക്കുമ്പോൾ ഊർജമുള്ളവരായിരിക്കും. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഇനി ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. എന്താണ് ഈ ഊർജ സംരക്ഷണ നിയമം പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അതായത് നമുക്ക് ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ്. നമുക്ക് അതിനെ സൃഷ്ടിക്കാനോ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല ഊർജത്തെ. അത് ഒരു രൂപത്തിൽ നിന്നും നമുക്ക് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനായിട്ട് പറ്റും. ഈ ഊർജ സംരക്ഷണ നിയമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. ഇതൊരു 500 രൂപയാണ്. ഈ 500 രൂപ എന്ന് പറയുന്നതിനെ എനിക്ക് ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ഒന്നെങ്കിൽ എനിക്ക് 50 രൂപയുടെ 10 നോട്ടുണ്ട് എങ്കിൽ അത് എത്ര രൂപയായി? 500 രൂപയായി. ഇനി 10 രൂപയുടെ 50 നോട്ടുണ്ട് എങ്കിലും അത് എത്ര രൂപയായി? 500 രൂപയായി. അതായത് ഏത് ഫോമിലേക്ക് വന്നാലും ഇത് 500 രൂപ തന്നെയാണ്. പക്ഷെ അതിന്റെ രൂപം മാറി മാറി വന്നു. ഫസ്റ്റ് കേസില്
50 രൂപയായിരുന്നു. 10 50 രൂപയുണ്ടായിരുന്നു. അപ്പോഴും അത് 500 രൂപയായി. രണ്ടാമത്തെ കേസിൽ അത് രൂപം മാറി 10 രൂപയായി. അവിടെ 50 വന്നു. അപ്പോ പക്ഷെ നോക്കിക്കഴിയുമ്പോ ഇൻ സം അത് 500 രൂപ തന്നെയാണ്. അതിന്റെ രൂപത്തിന് മാറ്റം വന്നു. ഇത് തന്നെയാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിലും പറയുന്നത്. നമുക്ക് ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ അവിടെ പുതിയതായിട്ടൊന്ന് സൃഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ളതിനെ തന്നെ മറ്റൊരു ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പൊ 50 രൂപയുടെ 10 എന്നുള്ളതിനെ നമ്മൾ 10 രൂപയുടെ 50 മാറ്റി. അപ്പൊ അതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. E = mc² എന്നതാണ് ഊർജ സമവാക്യം. ഊർജ സമവാക്യം എന്ന് പറയുന്നത് E = mc². അപ്പൊ ആരാണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ് ആയിരിക്കും. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് ഡയമെൻഷൻ ഫോർമുലയാണ്. ഊർജത്തിന്റെ ഡയമെൻഷൻ ഫോർമുല ml² T⁻². നമ്മൾ പറഞ്ഞിരുന്നു പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും അളവ് ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ഡയമെൻഷൻ, പ്രവൃത്തിയുടെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് ഊർജത്തിന്റെയും ഡയമെൻഷൻ. അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് പ്രവൃത്തിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ള വിശദമായ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ പ്രവൃത്തിയുടെ ഡയമെൻഷനും ഊർജത്തിന്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? ml² T⁻² ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇനി ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എത്രയാണ്? നെഗറ്റീവ് ആയിരിക്കും. ഊർജത്തിന്റെ ഡയമെൻഷൻ ഏതാണ്? ഊർജത്തിന്റെ ഡയമെൻഷൻ ml² T⁻². ഇനി യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ ഊർജം പല രൂപത്തിലാണ് കാണപ്പെടുന്നത്. ചില യാന്ത്രികോർജമുണ്ട്, സൗരോർജമുണ്ട്, താപോർജമുണ്ട്, രാസോർജമുണ്ട്, പ്രകാശോർജമുണ്ട്. അങ്ങനെ യാന്ത്രികോർജത്തിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാമതാണ് ഗതികോർജം, രണ്ടാമത് സ്ഥിതികോർജം. അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ഥിതികോർജത്തിലേക്കാണ്. അപ്പൊ ഒരു വസ്തു, ആ വസ്തുവിന്റെ ചലനം മൂലം ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്ഥിതികോർജം ഒന്ന് നോക്കാം. എന്താണ് സ്ഥിതികോർജം എന്ന് വെച്ചാല് ഒരു വസ്തുവിൽ അതിന്റെ സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഇപ്പൊ ഒരു വസ്തു ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ് എങ്കിൽ, അല്ല എങ്കിൽ അത് ഒരു വസ്തുവിനെ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുകയാണ് എങ്കിൽ അതിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചു വെച്ചേക്കുകയാണ് എങ്കിൽ ആ റബ്ബർ ബാൻഡിൽ ഉണ്ടാകുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമായിരിക്കും. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ, സ്ഥിതികോർജം തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി PE എന്നറിയപ്പെടുന്നത്. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ mgh ആയിരിക്കും. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ mgh ആണ് സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ. M stands for mass and G for gravity. ഭൂഗുരുത്വ ത്വരണം എത്രയാണെന്നുള്ള കാര്യമാണ് G. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, അത് എത്രമാത്രം ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് H കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? mgh ആയിരിക്കും.
അപ്പൊ എന്താണ് സ്ഥിതികോർജം എന്നാൽ ഒരു വസ്തുവിൽ അതിന്റെ സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ടോ രൂപീകൃതമാകുന്ന ഊർജമാണ് എന്ത് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ ആണ്, സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ എന്താണ്? mgh എന്നാണ് അതിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നിങ്ങൾ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. ഇതിൽ ഈ എച്ചിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയും കൂടില്ലേ? അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കൂടുന്നു. ഇനി ഉയരം കുറയുകയാണ് എങ്കിലോ പൊട്ടൻഷ്യൽ എനർജിയും കുറയും. അപ്പൊ ഉയരം കുറയുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും കുറയും. അപ്പൊ ഈ സെന്റൻസ് ക്ലിയർ ആയല്ലോ. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ് സ്ഥിതികോർജം. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം h കൂടുമ്പോൾ സ്ഥിതികോർജം കൂടും, ഉയരം കുറയുമ്പോൾ സ്ഥിതികോർജം കുറയും. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം, അതാണ് നിരപ്പായ ഒരു തറ. ഈ തറയിൽ ഒരു വസ്തു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതെങ്ങനെയായിരിക്കും 0 എന്ന്? ഇപ്പൊ തറയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പൊ ഇവിടെ ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് നോക്കിക്കേ, mg × 0 വന്നു. അപ്പൊ സ്ഥിതികോർജം എന്ന് പറയുന്നത് എന്തായി? 0 ആയി. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം. അതായത് ഡാമിലൊക്കെ നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന വെള്ളത്തില് ആ വെള്ളത്തിന് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജം ആയിരിക്കും. ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം. അതുപോലെ തന്നെ സ്ഥിതികോർജം നമുക്ക് വരുന്ന പല സന്ദർഭങ്ങളുണ്ട്. കുലച്ചു വച്ച വില്ല്, അതായത് നമ്മൾ വലിച്ചു പിടിച്ചേക്കുവാണ് ആ വില്ല്. അപ്പൊ നമ്മളത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്താണ് ആ വില്ലിൽ ഇരിക്കുന്നത്. അങ്ങനെ വളരെ സ്ട്രെയിൻ വരുന്ന കേസിലെല്ലാം സ്ഥിതികോർജമാണ്. അതുപോലെ വലിച്ചു വെച്ച റബ്ബർ ബാൻഡ്, അതും വളരെ സ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു വെച്ചേക്കുകയാണ്. അപ്പോൾ അവിടെയും സ്ഥിതികോർജം ആയിരിക്കും. അതുപോലെ അമർത്തിയോ വലിച്ചോ പിടിച്ചിരിക്കുന്ന സ്പ്രിങ്, അപ്പൊ അവിടെയെല്ലാം നമ്മളൊരു കംപ്രഷൻ, ഒരു സ്ട്രെയിൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഉള്ള ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമാണ്. അപ്പൊ സ്ഥിതികോർജത്തിന്റെ 4 എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ജലസംഭരണിയിൽ കെട്ടി നിൽക്കുന്ന ജലം, അതുപോലെ കുലച്ചു വെച്ച വില്ല്, വലിച്ചു വെച്ച റബ്ബർ ബാൻഡ്, അമർത്തിയോ വലിച്ചോ പിടിച്ചിരിക്കുന്ന സ്പ്രിങ്. ഇവയിലെല്ലാം ഉള്ള ഊർജം ഏതായിരിക്കും? സ്ഥിതികോർജമായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ പറയുന്നത് സ്ഥിതികോർജത്തിന്റെ ഡയമെൻഷൻ ആണ്. ഓൾറെഡി നമ്മൾ പ്രവൃത്തിയുടെ ഡയമെൻഷൻ പറഞ്ഞു. എന്താണ്? ml² T⁻⁻2 എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ പ്രവൃത്തിയുടെ അളവ് തന്നെ ആയിരിക്കും ഊർജത്തിന്. അപ്പൊ അതുകൊണ്ട് എനർജിയുടെ, ഊർജത്തിന്റെ ഡയമെൻഷനും ഇത് തന്നെയായിരുന്നു, ml² T⁻2 ആണ്. അപ്പൊ അതുകൊണ്ട് ഊർജത്തിന്റെ തന്നെ രണ്ടെണ്ണാണല്ലോ, സ്ഥിതികോർജവും ഗതികോർജവും. അപ്പൊ സ്ഥിതികോർജത്തിന്റെ ഡയമെൻഷനും എന്ത് തന്നെയായിരിക്കും? ml² T⁻2 ആയിരിക്കും. ഇനി സ്ഥിതികോർജത്തിന്റെ യൂണിറ്റ് അങ്ങനെ ചോദിച്ചാലും എന്ത് തന്നെയാണ്? ജൂള് തന്നെയായിരിക്കും. കാരണം ഊർജത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം ഊത്താപ്ര ജൂളാണ്. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് സ്ഥിതികോർജത്തിന്റെ യൂണിറ്റും ജൂൾ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. mgh എന്നുള്ളതാണ് സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ. സ്ഥിതികോർജം = mgh. അപ്പൊ ആ ഇക്വേഷനിലേക്ക് ഇനി ഞാൻ പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. കാരണം h കൂടുമ്പോൾ mgh വാല്യൂ കൂടും, അപ്പോൾ സ്ഥിതികോർജം കൂടും. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം, തറയിലിരിക്കുന്ന വസ്തുവിന്റെ എന്ന് പറയുമ്പോൾ അവിടെ ഹൈറ്റ് 0 ആയി. അപ്പൊ സ്ഥിതികോർജം എത്രയാണ്? 0 ആയി. ഇനി ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. അതുപോലെ സ്ഥിതികോർജത്തിന്റെ മറ്റുദാഹരണങ്ങളാണ് ഇതെല്ലാം. കുലച്ചു വെച്ച വില്ല്, വലിച്ചു വെച്ച റബ്ബർ ബാൻഡ്, അമർത്തിയോ വലിച്ചോ പിടിച്ചിരിക്കുന്ന സ്പ്രിങ്. ഇവയിലെല്ലാം ഉള്ള ഊർജം എന്തായിരിക്കും? സ്ഥിതികോർജമായിരിക്കും. സ്ഥിതികോർജത്തിന്റെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, ml² T⁻2. അതുപോലെ സ്ഥിതികോർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള് ആയിരിക്കും. ഇനി
അടുത്തതാണ് ഗതികോർജം. ഗതികോർജം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഈ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ ആണിത്, ഹാഫ് mv². ഹാഫ് mv² എന്നുള്ളതാണ് ഗതികോർജത്തിന്റെ ഇക്വേഷൻ. ഇതിൽ m എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസും v എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വസ്തുവിന്റെ മാസും അതിന്റെ വെലോസിറ്റിയുമാണ്. അപ്പൊ നമുക്കറിയാം ഗതികോർജം എന്ന് പറഞ്ഞാല് ഗതികോർജം ഇസ് ഈക്വൽ ടു വാട്ട്, ഹാഫ് mv² ആണ്. അപ്പൊ ഇതില് മാസിനെയും വെലോസിറ്റിയെയും അനുസരിച്ച് ഗതികോർജം മാറുന്നുണ്ട്. മാസ് കൂടുമ്പോൾ ഗതികോർജം കൂടും, വെലോസിറ്റി കൂടുമ്പോഴും ഗതികോർജം കൂടും. അപ്പൊ ഈ ഒരു സെന്റൻസ് ഒന്ന് നോക്കിക്കേ. വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. പിണ്ഡം എന്ന് പറഞ്ഞാല് മാസിനെ തന്നെയാണ് ഈ പിണ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മാസ് m. അപ്പൊ വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. നോക്കുക, മാസും വെലോസിറ്റിയും കൂടുമ്പോൾ ഗതികോർജം കൂടുന്നു. ഇനിയുള്ള ചോദ്യങ്ങൾ, ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് PSCയിൽ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ അതിന്റെ ഉത്തരം എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടിയാകും. ഇതിങ്ങനെ ബൈഹെർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം ഇക്വേഷൻ ഗതികോർജം ഇവിടെ നിന്ന് എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് mv² ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുന്നു. പ്രവേഗം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാല് ഈ v എന്നുള്ളത് എന്തായി, 2 times v ആയി, ഇരട്ടിയായല്ലോ ഇപ്പോ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഗതികോർജം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഹാഫ് ഇൻറ്റു മാസിന് മാറ്റമില്ല m ഇൻറ്റു v എന്നുള്ളത് ഇപ്പൊ എന്തായി, 2v ആയി, 2v the whole square. അപ്പൊ അങ്ങനെയാകുമ്പോ ഇതെന്ത് വരും, ഹാഫ് ഇൻറ്റു m ഇൻറ്റു 4v² എന്നാവും. അപ്പൊ ഒരു ടേം ഇവിടെ എക്സ്ട്രാ വന്നു, 4 വന്നു, നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു ഹാഫ് mv² എന്നായല്ലോ. ഇതിൽ ഈ ഹാഫ് mv² എന്ന് പറയുന്നത് നമ്മുടെ കൈനറ്റിക് എനർജി, ആദ്യത്തെ കൈനറ്റിക് എനർജി തന്നെയല്ലേ. അതായത് ഇതെന്തായി, 4 ഇൻറ്റു കൈനറ്റിക് എനർജി ആയി. 4 ഇൻറ്റു കൈനറ്റിക് എനർജി, അതായത് 4 ഇരട്ടിയായി. അപ്പോ എന്താണ് ഇവിടെ മനസ്സിലായത്, വെലോസിറ്റി ഇരട്ടിയായാൽ, പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താവും, 4 ഇരട്ടിയാവും. ഈ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ അത് എന്ത് കണ്ടീഷൻ പറഞ്ഞാലും നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റം വരും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് വരികയില്ല. ഇനി ഇതുപോലെ തന്നെ നോക്കിക്കേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയും മാസ് പകുതിയാക്കുകയും ചെയ്താൽ, ബാക്കി നമുക്ക് നോക്കണ്ട, ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ കിട്ടുമെന്നുള്ള കാര്യം. അപ്പൊ എന്താ, ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി മാസ് പകുതിയാക്കിയിട്ട്, അപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഹാഫ് mv² ആണ്. ഈ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ. ഇനി എന്താ ചെയ്തേക്കുന്നത്, മാസിനെ ഞാൻ പകുതിയാക്കി, m എന്നുള്ളത് m/2 ആക്കി, വെലോസിറ്റി എന്നുള്ളത് ഇരട്ടിയാക്കി, പ്രവേഗം ഇരട്ടിയാക്കി. ഇനി നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ പുതിയ കൈനറ്റിക് എനർജി k ഡാഷ് എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m എന്താക്കിയേ, m/2 ആക്കി, വെലോസിറ്റി എന്ന് പറയുന്നത് 2v ആക്കി, ഇരട്ടിയാക്കി. അപ്പൊ 2v² ആക്കിയത്. അപ്പൊ ഇനി ഇത് എന്തെന്ന് വരും, ഹാഫ് ഇൻറ്റു m/2 ഇൻറ്റു 2² 4 വരും, 4 ഇൻറ്റു v² എന്നാവും. അപ്പൊ ഇതില് ഹാഫ് mv² എന്നുള്ള രീതിയിൽ അവിടെ ഇട്ടിട്ട് ബാക്കി ടേംസിനെ ഇങ്ങോട്ട് ബാക്കി മാറ്റി എഴുതാം. അപ്പോ ഹാഫ് അവിടെ കിടക്കണം, m അവിടെ കിടക്കണം, v² അവിടെ കിടക്കണം. ബാക്കി ഒരു 4ഉം ഡിനോമിനേറ്ററിൽ ഒരു 2 അല്ലേ വരുന്നത്. അപ്പൊ 4/2 നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് അതിനെ എങ്ങനെ എഴുതാം, ഹാഫ് mv² എന്ന് എഴുതാം. അപ്പൊ 4/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. അപ്പൊ ഇതെന്തായി, 2 ഇൻറ്റു ഹാഫ് mv² ആയി. ഹാഫ് mv² എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് 2 ഇൻറ്റു കൈനറ്റിക് എനർജി. ഇവിടെ കൈനറ്റിക് എനർജി ഇരട്ടിയായി, 2 മടങ്ങായി. കണ്ടോ, ഇവിടെ ഗതികോർജം എന്താവുന്നു, ഇരട്ടിയാകുന്നു. മനസ്സിലായോ?
അപ്പൊ ഇങ്ങനെ എന്ത് കണ്ടീഷൻ വന്നാലും നമുക്ക് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനെ എപ്പോഴും നമുക്ക് അത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ചിലപ്പോൾ എക്സാം ഹോളിൽ അങ്ങനെ കയറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ടെൻഷൻ കൊണ്ട് നമ്മൾ മാറിപ്പോകും. ഈ ഒരു ഇക്വേഷൻ ഓക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. ഗതികോർജത്തിന്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞേ? വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. ഇനി ഇത് രണ്ടും ഇവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കിത് അല്ലാണ്ട് ഇക്വേഷനിൽ നിന്ന് തന്നെ എടുത്തെഴുതാനായിട്ട് പറ്റും. വെറുതെ പറഞ്ഞത് സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഗതികോർജത്തിന്റെ ഡയമെൻഷൻ. ഗതികോർജത്തിന്റെ ഡയമെൻഷൻ എന്താ? നിങ്ങൾ ഇന്ന് പറഞ്ഞേ. ഊർജത്തിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ml² t⁻². പ്രവൃത്തിയുടെയും അത് തന്നെയായിരുന്നു. അപ്പൊ പ്രവൃത്തിയുടെ ഡയമെൻഷൻ തന്നെയാണ് ഊർജത്തിന്റെ ഡയമെൻഷൻ ml² t⁻². അപ്പൊ ഊർജം എന്ന് പറയുമ്പോൾ അതിൽ സ്ഥിതികോർജവും വരുന്നുണ്ട്, ഗതികോർജവും വരുന്നുണ്ട്. സ്ഥിതികോർജത്തിന്റെയും ഗതികോർജത്തിന്റെയും ഡയമെൻഷൻ ml² t⁻² തന്നെയായിരിക്കും. ഇനി ഗതികോർജത്തിന്റെ യൂണിറ്റ്, ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഒപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്തായിരുന്നു? ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആയിരുന്നു. ഇനി പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം, ഇവരെല്ലാം മൂവ് ചെയ്യല്ലേ? പായുന്ന ബുള്ളറ്റ് എന്ന് പറയുന്നത് അതൊരു മൂവിങ് ഫോമിലാണ്. ഉരുളുന്ന കല്ലും ഒരു ചലിക്കുന്ന രീതിയിലാണ്. ഒഴുകുന്ന ജലം, അവിടെയും ഒരു ചലനമുണ്ട്. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിലുമുള്ള ഊർജം എന്ന് പറയുന്നത് ഏത് ഊർജമാണ്? ഗതികോർജമാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സ്ഥിതികോർജത്തിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഗതികോർജത്തിന്റെയും കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തു വെക്കുക, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പ്രവൃത്തി ഊർജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റമാണ് പ്രവൃത്തി. ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റമാണ് എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. നോക്കിക്കേ, W = ½ mv² - ½ mvu². അതായത് ½ mv² എന്ന് പറയുന്നതാണ് നമ്മുടെ ഗതികോർജം. ഗതികോർജത്തിന്റെ ഇക്വേഷൻ ആയിരുന്നു ½ mv². ഒരു വസ്തു m മാസ്സുള്ള ഒരു വസ്തു മൂവ് ചെയ്യാണ്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് u ആയിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന വസ്തു, ഈ കേസിൽ ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ½ mu² ആവും. കുറച്ചു നേരം കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് v ആവുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ആണ്. അപ്പോ ഈ ½ mv² - ½ mu² എന്ന് പറയുന്നതാണ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തി ഊർജ തത്വം അനുസരിച്ചിട്ട് പറയുന്നത് എന്താണ്? ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് പ്രവൃത്തി ഊർജ തത്വം പറയുന്നത്? ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റമാണ് പ്രവൃത്തി. ഇനി നമുക്കൊരു കാര്യം നോക്കാം. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജം കൂടുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നമ്മുടെ കയ്യിൽ ഇതാ ഒരു കല്ലുണ്ട്. ഈ കല്ല് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് എറിയാം. മുകളിലേക്ക് എറിയുന്ന കല്ല് എന്ത് ചെയ്യും? ഇങ്ങനെ പൊങ്ങി 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 ഇവിടെ വരെ പോകും. ഇവിടെ പോയതിനു ശേഷം പിന്നെ ഇതിന് പോകാൻ പറ്റുന്നില്ല. അതിന്റെ സ്പീഡ് തീർന്നു, വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ഗ്രാവിറ്റി ഫലമായിട്ട് ഭൂമി ആകർഷിക്കുന്നതുകൊണ്ട് ആ ഒരു ഫോഴ്സിൽ അത് പിന്നെ ഇങ്ങനെ താഴത്തേക്ക് വരും. അതായത് ഒരു വസ്തു ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ അതിന്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എറിയുന്ന ശക്തിയിൽ അതങ്ങ് പോകും. എന്നിട്ട് അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ, ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവും. അതിനുശേഷം എന്ത് ചെയ്യും? അത് താഴത്തേക്ക് പോരാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ പറയുന്ന സെന്റൻസ് ഓക്കെ ആയിരിക്കും. നോക്കിക്കേ, മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു. നമുക്കറിയാം ഗതികോർജം എന്ന് പറഞ്ഞാൽ എന്താ? ½ mv² ആണ്. അപ്പൊ മുകളിലേക്ക് പോകും തോറും ഈ വെലോസിറ്റിയുടെ വാല്യൂ എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മുകളിലേക്ക് പോകും തോറും വെലോസിറ്റി കുറയുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാം മുകളിലേക്ക് പോകും തോറും കൈനറ്റിക് എനർജി കുറയുന്നു, അതായത് ഗതികോർജം കുറയുന്നു. ഇനി മുകളിലേക്ക് പോകും തോറും
ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ പൊങ്ങി 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 പോകുമ്പോ അതിന്റെ ഉയരം ഇങ്ങനെ കൂടി വരില്ലേ? ഉയരം കൂടും. മുകളിലേക്ക് പോകുന്നതോറും ഉയരം കൂടുകയാണ്. അപ്പൊ സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ് സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ. അപ്പൊ മുകളിലേക്ക് പോകുന്നതോറും ഈ h കൂടുന്നത് കൊണ്ട് സ്ഥിതികോർജം എന്തായിരിക്കും? കൂടും. അപ്പൊ ഈ സെന്റൻസ് മനസ്സിലാക്കി വെക്കുക. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജം കൂടുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഊർജവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലങ്ങളും കൂടെ നോക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ SCERTയിൽ നിന്നും അതുപോലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യവുമായിട്ട് നമ്മൾ ഒരു PYQ ഇതിന്റെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കണം. ഇനി ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം, പഠിച്ച കാര്യങ്ങൾ പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyager നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ നോട്ടും അതുപോലെ പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഓരോ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമാകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്